PM ശ്രീ പദ്ധതി നടപ്പാക്കാത്തതിന് 3 സംസ്ഥാനങ്ങളുടെ കേന്ദ്ര ഫണ്ടാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഇതിൽ തടഞ്ഞു വച്ചിരിക്കുന്ന പണം പലിശ സഹിതം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തമിഴ്നാട് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഹർജിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. കാരണം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഈ സമഗ്ര ശിക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി തങ്ങൾക്ക് 2151.59 കോടി രൂപ കേന്ദ്രം നൽകേണ്ടതായിരുന്നുവെന്നാണ് തമിഴ്നാട് സർക്കാർ പറയുന്നത്. എന്നാൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ ഭാഗമായുള്ള PM ശ്രീ പദ്ധതിയും നടപ്പാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ 2151.59 കോടി രൂപ ഈ തമിഴ്നാടിന് നൽകേണ്ട പണം കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് 6% പലിശ സഹിതം തങ്ങൾക്ക് നൽകണമെന്നാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്. അതായത് 2291.30 കോടി രൂപ തങ്ങൾക്ക് അടിയന്തരമായി നൽകുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുന്നത്. തമിഴ്നാട് സർക്കാർ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് തങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയവും അതുപോലെ തന്നെ ഈ സമഗ്ര ശിക്ഷാ പദ്ധതിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ സമഗ്ര ശിക്ഷാ പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ ബന്ധമില്ലാത്ത പദ്ധതികളുടെ പേരിൽ തങ്ങൾക്ക് യാതൊരു കാരണവശാലും പണം ഇങ്ങനെ തടഞ്ഞു വയ്ക്കാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി കോർപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്നും തമിഴ്നാട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തമിഴ്നാട് നടത്തിയ പോരാട്ടത്തിലാണ് ഗവർണർമാരുടെ അധികാരത്തിനെ സംബന്ധിച്ചുള്ള, അതായത് നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും ഈ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവുണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ മറ്റൊരു നിയമ പോരാട്ടത്തിന് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്.